ഹലോ ഗായ്സ്, എല്ലാവർക്കും സഫീസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമുക്കിടയൊരു പണിയാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും നമ്മുടെ വീഡിയോ കാണാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ കാണാം. വേറെ ഒന്നുമല്ല ഫ്രണ്ട്സ്, നമ്മളുടെ സുന്ദരി ഈ പശുവിൻ്റെ കിടാവില്ലേ, കുട്ടി മൂരിക്കുട്ടി, അവന് ലംബി സ്കിൻ ഡിസീസസ് വന്നു. അതായത് ഇത് ചർമ്മമുഴ എന്ന് പറയും, മലയാളത്തിൽ നമ്മൾ ചർമ്മമുഴ എന്ന് പറയുന്ന ആ ഡിസീസസ് ഉണ്ട്. നമ്മളിത് ആദ്യം വന്നപ്പോൾ വിചാരിച്ചത് ഇലക്കടന്നൽ കുത്തിയിട്ട് നീര് വന്നേക്കുന്നതെന്നാണ് വിചാരിച്ചത്. മൃഗാശുപത്രി ചെന്ന് പറഞ്ഞപ്പോൾ വീഡിയോ എടുത്ത് കാണിച്ചു കൊടുത്തപ്പോഴാണ് അവരാണ് കൺഫേം ചെയ്തത് ലംബി സ്കിൻ ഡിസീസ് ആണെന്ന് പറഞ്ഞത്. ഭാഗ്യം അധികം കൂടിയ ടൈപ്പ് അല്ലാന്നാണ് തോന്നുന്നത്. അപ്പോൾ എനിക്ക് ഇത് ഫസ്റ്റ് ഡേയിലെ വീഡിയോ ആണ്. അതായത് നമ്മൾ കണ്ടെന്നുള്ള എനിക്ക് കഴുത്തിൻ്റെ താടയുടെ അടിയിൽ അത്യാവശ്യം നീരുണ്ട്. പിന്നെ അവിടെ നല്ല കല്ലച്ചിരിക്കുകയാണ് അവൻ്റെ താടയുടെ അടി. പിന്നെ മേത്തെല്ലാം കുരുകുരുന്ന് പൊന്തിയിട്ടുണ്ട്. പിന്നെ മുന്നിലെ കൈയുടെ കുഞ്ഞിക്കുളമ്പിൻ്റെ ബാക്കിലും നല്ല നീരുണ്ട്. അതുകൊണ്ട് മുമ്പിലെ കൈ വെച്ച് നടക്കാൻ എനിക്ക് ബുദ്ധിമുട്ട്. പിന്നെ മേലാസകലം കുരുകുരാന്ന് പൊന്തിയിട്ടുണ്ട്. നമുക്ക് മൃഗാശുപത്രി ചെന്നപ്പോൾ കൊടുത്ത് മരുന്ന് തന്നു. ആ മരുന്ന് നമ്മൾ പുരട്ടുന്നുണ്ട്. പുരട്ടിയപ്പോൾ കഴുത്തിൻ്റെ താഴയിലെ എല്ലാം നീരൊക്കെ കുറവായിട്ടുണ്ട്. അവിടെ നിന്നൊരു പൊടിയാണ് തന്നേക്കുന്നത്, മിക്സർ പൊടിയാണ്. പുറകു സൈഡിലെല്ലാം അവനിക്ക് കുരുകുരുന്നുണ്ട്. ഈ പുറകിലത്തെ കുരുകുരു കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചത് ഇലക്കടന്നല എങ്ങാനും കുത്തിയതായിരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ അതിനുള്ള മരുന്നുകളാണ് ആദ്യം ചെയ്തത്. പിന്നെയാണ് നീര് കൂടി കൈ കുത്താൻ ബുദ്ധിമുട്ടൊക്കെ കാണിച്ചപ്പോഴാണ് നമ്മൾ അവനിക്ക് വീഡിയോ എടുത്ത് ആശുപത്രിയിൽ കാണിച്ചത്. അപ്പോഴാണ് അവരാണ് കൺഫേം ചെയ്തത്. അവനിക്ക് പറ്റുന്ന മരുന്നാണ് ഈ കാണുന്നത്, വൈറ്റ് കളറിലത് വേപ്പെണ്ണയിലോ വെളിച്ചെണ്ണയിലോ ചാലിച്ച് ആ നീരുള്ള സ്ഥലത്തും തടിപ്പുള്ളിടത്തും പരട്ടാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ കാണുന്നത്. എല്ലാ പ്രാവശ്യവും നമുക്ക് നല്ല പുതിയ പശുക്കുട്ടി ഉണ്ടാകുന്ന അങ്ങനെ സന്തോഷകരമായ വീഡിയോ ആണ്. ഏതൊരു ഫാമിങ്ങിലും ഇത്തരം സിറ്റുവേഷൻസ് ഉണ്ട്. രോഗം വരുന്ന സിറ്റുവേഷൻസ്, നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന കുറേ സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടിയും എല്ലാവർക്കും കാണിച്ചു തരാമെന്ന് ഉദ്ദേശിച്ചാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ എടുത്തത്. ഇതുപോലെ തന്നെ പല സിറ്റുവേഷൻസ് ഉണ്ട്. ഏതൊരു ഫാമിങ്, ഏതൊരു മൃഗത്തിനെ വളർത്തിയാലും ചെടി വളർത്താൻ ഏതൊരു സിറ്റുവേഷനിലും നമുക്ക് സ്ട്രഗിൾ ചെയ്യുന്ന കുറച്ച് സമയങ്ങൾ നമുക്ക് വേറെ ജോലിക്കുള്ള നമ്മളാണ്. അപ്പോൾ നമുക്ക് ഇവരോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മൾ ഇവരെ വളർത്തുന്നതും. അപ്പോൾ അവർ രോഗം വന്നാലും നമ്മുടെ വീട്ടിലൊരു അംഗത്തെ പോലെ കാണുകൊണ്ട് നമ്മൾ പൊന്നു പോലെ തന്നെ അവരെ നോക്കി എനിക്ക് വേണ്ട മരുന്നുകളും കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ എനിക്ക് ഡെയിലി 2 നേരം നമ്മൾ ഈ ഓയിൽമെൻറ്റ്, അതായത് ഈ പൊടി മിക്സ് ചെയ്തത് അവൻ്റെ മേത്ത് പുരട്ടി കൊടുക്കും. അവൻ പാലെല്ലാം കുടിക്കുന്നുണ്ട്, തീറ്റയും കഴിക്കുന്നുണ്ട്. നടക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, മുമ്പേ കൈകുത്തി. അത്രയും പ്രോബ്ലംസ് ആണ് എനിക്ക് ഉള്ളത്. ഇപ്പം കുറഞ്ഞ് വരുന്നുണ്ട്. പിന്നെ അപ്പുറത്തെ സൈഡിൽ കഴുത്തിൻ്റെ സ്ഥലത്ത് ഒരു ചെറിയ നീരുണ്ടായിരുന്നു. ചെറുതല്ല, അത്യാവശ്യം വലിയൊരു നീരുണ്ടായിരുന്നു. അത് വറ്റി വരുന്നുണ്ട്. മുമ്പിലെ കയ്യിലാണ് എനിക്ക് കുറയാത്തത്. നെഞ്ചിൻ്റെ അതായത് താടയമേത്തതും അവൻ്റെ കുറഞ്ഞു വന്നിട്ടുണ്ട്. 2 നേരം എനിക്ക് മരുന്ന് കൊടുക്കരുത്. നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല, കാരണം അതിനെ അത്രയും സ്നേഹിച്ചാണ് അവർ വളർത്തുന്നത്. ഇനിയിപ്പോൾ ഇതിനപ്പുറം വന്നാലും നമ്മൾ അവരെ ചികിത്സിക്കും. അതുപോലെ നമ്മൾ കൊടുക്കാണ്ടിരിക്കുകയൊന്നുമില്ല. നമ്മൾ പശുക്കളെ കൊടുക്കാറുണ്ട്. നമ്മൾ പശുക്കുട്ടീനെ എല്ലാം ഇപ്പോൾ നമുക്ക് നോക്കാൻ പറ്റാത്തൊരു സാഹചര്യം നമ്മൾ പശുക്കളെല്ലാം കൊടുക്കാറുണ്ട്. നോക്കാത്ത സാഹചര്യം മീൻസ് എണ്ണം കൂടുമ്പോൾ നമ്മൾ പശുക്കളെല്ലാം കൊടുക്കാറുണ്ട് ഇടയ്ക്ക്. അപ്പോൾ ഇത്രയെല്ലാമാണ് നമ്മളുടെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നമ്മളെ സുന്ദരക്കുട്ടന് വേണ്ടി പ്രാർത്ഥിക്കണം, അവൻ്റെ അസുഖം വേഗം മാറാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾക്കെല്ലാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ വേഗം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഇനി നിങ്ങളുടെ ഫ്രണ്ട്സിന് മൃഗങ്ങളോടും ഇതിനോടെല്ലാം താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്കെല്ലാം വീഡിയോ വേഗം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.